ഹലോ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ചയായിട്ട് നമ്മൾ അവസാനമായിട്ട് വീഡിയോ ഇട്ട്. കഴിഞ്ഞ ആഴ്ച നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എവിടെ വെച്ചാൽ ബേപ്പൂർ ഹാർബറിലേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. ഇവിടെ കുറെ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പിന്നെ മീൻ പിടിക്കാനല്ലാതെ ഹാർബർ ഇതിലൂടെ നേരെ പുഴയ്ക്ക് വഴിണ്ടാവൂലേ. വലുതൊന്നൊക്കെ അവിടെ കിടക്കണം. ഇപ്പൊ ഗായ്സ് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുവാണല്ലേ. എവിടെയാണ്? ബേപ്പൂര്. എന്താണ് അതെല്ലേ, ഹാർബറിൽ എത്തിയിരിക്കട്ടെ ഗായ്സ്. നമ്മള് അത് ഐസ് ഇങ്ങനെ വീണ സംഭവം കേട്ടോ അല്ലേ? ആ ഐസ് വീഴല്ലേ? ഐസാ ഉണ്ടോ? ചോറിലേക്ക് ഐസ് കയറ്റാട്ടോ. ഇവിടെ ഭയങ്കര സൗണ്ട് കേട്ടോ. ഇവിടെ ഐസ് പൊടിക്കാന്നൊക്കെ നമുക്ക് കാണാം. ഇവിടെ കുറേ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ അല്ലേ? ഹാർബറിൽ പിന്നെ മീനല്ലാണ്ട് അത്ര നടക്കുമോ? ഐസ് വീണണ്ട ഏതാ അല്ലേ? എടാ അത് അതിലേക്ക് നിറയ്ക്കുകയാണ്. ആ ഇത് കണ്ടോ ഷീറ്റ്, അതിലൂടെ ആ ബോട്ടിലേക്ക് പോവാ. ഐസ് പറയുന്നതൊന്നും കേൾക്കൂല കേട്ടോ. പ്രോസസ് ഏതാ ബോട്ട്? ഇവിടെ ഇപ്പം എത്ര ബോട്ട് ഉണ്ടാവും ഏകദേശം? നാളത്തേക്കുള്ള മത്തിയാട്ടോ. നാളത്തേക്കുള്ള തോന്നുന്നുണ്ട്. നാളെ നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തും അല്ലേ? അവിടേക്ക് ഇതാ കുറേ മീനൊക്കെ ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ഞങ്ങൾ വൈകുന്നേരമാണ് വന്നത്. അതുകൊണ്ട് തന്നെ വെറൈറ്റി മീൻ അത് ഇപ്പോൾ ബോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വെക്കുക കേട്ടോ. കാമ്പ മീനോ? ഈ മീനിന്റെ പേരെന്താ? തളമീന്. ഇഷ്ടം പോലെ തളമീനുണ്ട് കേട്ടോ. ഇതിനിപ്പോ ഇവര് ഒന്നായിട്ട് പിടിക്കുന്നില്ല. നമ്മൾ ഒരെണ്ണം വാങ്ങുമ്പോൾ എത്ര വേണ്ടി വരില്ലേ? ഇതൊക്കെ നാളത്തേക്കുള്ള മീനല്ലേ? ഇതാക്കണ നമ്മളെ ഇത് കൊണ്ടോണേ ഐസ് പൊടിച്ചത്. ഇതതിൻ്റെ മെഷീൻ. ഇത് തളമീൻ വാരി ഒന്നാണ് സീനാണ് നമ്മൾ കാണുന്നത്. വലിയ ബോട്ടുകൾക്കിടയിൽ ഇതാ ഒരു ചെറുത് അല്ലേ? പൈസ കണക്ക് 10 ലക്ഷത്തിനൊക്കെ ബോട്ട് എടുത്ത് തരാ. ബോട്ടിൽ പോലെ ബ്രഷ് പോലെ പ്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സീ ലൈഫാണ്. അങ്ങനെയല്ല, ഭയങ്കര കഷ്ടപ്പാടാണെന്ന് തോന്നുന്നുണ്ട്. അതിനാണ് ഐസിലിട്ടേക്കണേ. അതിനാണ് ഫ്രീസറിലേക്കണേ.
ഗൈസ് എന്ത് പറഞ്ഞാലും മുമ്പ് എന്തൊക്കെയോ പറയണ്ടേ. നക്ഷത്ര ദീപം ഗൈസ്, ഒരു നക്ഷത്ര ദീപം എന്ന് പറഞ്ഞ ബോട്ടിൻ്റെ ഇവിടെ എവിടെ? അതെ അതെ ഇഷ്ടം പോലെ തള്ളം കേട്ടോ. മത്തീൻ്റെ മുകളിലിരുന്ന് ഡിസ്ക് കളിക്കുന്നു. നമുക്ക് മത്തി വാങ്ങിയാലോ? അച്ഛനോട് ചോദിക്കും. ഈ മത്തി കണ്ട് മുളകിട്ട് വെച്ചാണ്ടല്ലോ, ആഹാ. ഇത് മൊത്തം മത്തി കേട്ടോ. ഇത് അട്ടിക്ക് അട്ടിക്ക് വെക്കണ്ടല്ലേ. നമ്മളിനി നാളെ വീട്ടിലേക്ക് വാങ്ങൂലേ. നമ്മളതിലൂടെ മീൻകാരൻ പോകുമ്പോൾ ഈ മീൻ തന്നെയല്ലേ നമ്മൾ വാങ്ങണേ. ഓക്കെ, അതാ ബോട്ട് കയറണേ. പിന്നെ നമ്മളായിട്ട് കയറാതെ കണ്ടല്ലോ. ഇത് ചവിട്ടുക, ഇവിടേക്ക് കയറുക. ഇതാണ് ബോട്ട്. നിങ്ങൾ കയറണ്ടോ? നോക്കി കയറിക്കോട്ടോ. കൈപിടി, ചവിട്ടുമ്പോൾ വെള്ളത്ത് പോവില്ലേ? അത് തന്നെ. അങ്ങനെ ബോട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. റോക്കി ഇതൊക്കെ വാലയാട്ടോ. അത് നിങ്ങൾ താഴത്തേക്ക് നോക്കിയാണ്ടല്ലോ. ഏതാ അവിടെ ഇതാ കടൽ. കടലല്ലത്, ഇത് കടലല്ലല്ലോ. പുഴയല്ല, പുഴയും കടലും കൂടി ചേർന്നതല്ലോ. ഇതവിടെ കുറേ ബോട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ പണി കഴിഞ്ഞിരിക്കണ പോലെ ഉണ്ട് അല്ലേ. വലിയ ബോട്ടിലൊരു ചെറിയ ബോട്ട്. എന്തൊക്കെ ചെയ്യാനാ നോക്കണേ. ഇതാ റോക്കി ഭായി. റോക്കി, ഇന്ന് എത്ര മീൻ കിട്ടി? പിന്നെ ഇതൊക്കെ മീനിട്ടേക്കണ സ്ഥലം കേട്ടോ അല്ലേ. ഇത് മീനിട്ടേക്കണ സ്ഥലം അച്ഛാ? അതെ, മീനിട്ടേക്കണ സ്ഥലം. പിടിച്ച മീനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടേക്കൂ. അതെ അതെ, അച്ഛന് ഫ്രണ്ടിനെ കിട്ടി ഇവിടുന്ന്. ഇത് ചെയ്യാനാ നോക്കണേ. എവിടെ പോയാലും നമുക്ക് ആൾക്കാരാ അല്ലേ. അതുകൊണ്ടാട്ടോ. ആദ്യം ഇവിടെ ആയിരുന്നു. കുറെ ഇഷ്ടം പോലെ കൊക്കൊക്കെ ഉണ്ട് കേട്ടോ. ചെക്ക എലോണാണല്ലോ. ഇവനാരെയും കമ്പനി ഓടിക്കി. അച്ഛൻ്റെ ഓൾഡ് പണിക്കാരോട് അച്ഛൻ മിണ്ടാൻ പോട്ടോ. അച്ഛൻ ആദ്യം ഇവിടെ ഇനി പണിയെടുത്ത് അല്ലേ പറീ അല്ലേ അല്ലേ. അച്ഛൻ ഇവിടെ അല്ലേ ആദ്യം പണിയെടുത്ത്, പിന്നെ അങ്ങ് കയറി അല്ലേ. ഇപ്പൊ ഹൈ ലെവലാ അല്ലേ. തളമീൻ, ഇതിൽ തളമീൻ മാത്രമേ ഉള്ളൂ ഇതിൽ പിടിക്കുക. അപ്പുറത്തെ ഭാഗത്തേക്ക് പോയാൽ ചിലപ്പോൾ കുറച്ചും കൂടി കിട്ടാൽ മതി. ഇതില്ലേ അപ്പുറത്തെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് തരണല്ലേ ഗൈസ്. ഇതേപോലത്തെ ഒരു ഡോറില്ലേ മാറി. ഇതേപോലത്തെ ഒരു ഡോർ ഇതാ അവിടെ ഇങ്ങനെ തുറന്നു വെച്ചാൽ കാണാം. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് മീൻ എടുക്കണേന്നാ തോന്നണേ. കണ്ടോ ആ പെട്ടിയിൽ മീൻ കണ്ടാ? പാസ് ചെയ്ത് തരാ. ഗൈസ് കുറച്ചു നേരമായി നമ്മളിവിടെ കയറിയിട്ട്. ഒന്ന് ഇറങ്ങാം, നമുക്കിത് ഒരു റൗണ്ട് അടിച്ചാലോ. നോക്കി ഇറങ്ങിക്കോളിയേ. നീ ഇറങ്ങി. ഓലെ ബ്രഷൊക്കെ താ, ഓലെ പ്ലേറ്റൊക്കെ താ. ഞാൻ ഇറങ്ങട്ടെ. ഗൈസ് മണാലി ഇങ്ങോട്ട് തരി. മണാലി ഈ ചളിയാക്കി ഗൈസ്. ഇവിടെ ആ നേരത്തെ പൊടിച്ച ആ തോണിയിലേക്കൊക്കെ ഈ ബോട്ടിലേക്കൊക്കെ കയറ്റിന് കേട്ടോ ഐസ്. ഇത് ഇന്ന് രാത്രിയോ നാളെ രാവിലെ പോകും. വാരി വെച്ച് പ്രശ്നമൊന്നുമില്ലടാ. ഐസ് ഇട്ട പോലെ തലയിലേപ്പി കുഴപ്പമില്ല. അങ്ങനെ പറയപ്പോ ഐസ് തട്ടി കളിക്കുന്ന മിട്ടുവിനെയാണ് നിങ്ങൾ കാണുന്നത്. അതാ വേറെ ആള്. അതൊരു ബോട്ട് സ്റ്റാർട്ടാക്കിന് കേട്ടോ. സൗണ്ടൊക്കെ ഉണ്ട്. അതിപ്പോൾ എടുക്കുക അറിയില്ല ഇനി അല്ലേ. ഞാൻ വണ്ടി അടിച്ചാവണ്ട. അത് ഇപ്പോഴൊന്നും എടുക്കൂലടാ വണ്ടി.
രാത്രി പോകാളാവൂലേ ഗൈസ് മണാലി മിനി മണാലി ബേപ്പൂർ അല്ലേ ബേപ്പൂരത്തെ മിനി മണാലി അവിടെ വേറെന്തോ മീൻ ഇങ്ങനെ ഇറക്കിയൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ ബോട്ടുകളാട്ടോ കുറേ ഉള്ളത് ഇവിടെ ചെറിയ ബോട്ടല്ലേ ഇവിടെ ചെറിയ മീൻ പിടുത്ത കാല സ്ഥലം അവിടെ വലിയ മീൻ പിടുത്ത അതന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ കുറേ ബോട്ട് ഉണ്ട് കേട്ടോ ഒഴിവാക്കിയാവൂലടാ ഗൈസ് മത്തിയതാ പോണെന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ അതിന് പകരം ഈ ആഴ്ച നല്ലൊരു വീഡിയോ തന്നെ കിട്ടിയിട്ടുണ്ട് ആ ബോട്ടൊക്കെ നേരെ ഇനി ഇങ്ങോട്ട് വരും ആ ബോട്ടുകളിലൊക്കെ മീനാവും കേട്ടോ എല്ലാത്തിലും ഫുള്ള് മത്തിയാവും അതിലൂടെ അതൊരു ബോട്ട് പോണ്ടേ അത് മീൻ പിടിക്കണ ബോട്ടല്ല സഞ്ചാരികളെ കറക്റ്റ് സൂമിങ് കിട്ടല്ലേ അതിൽ അതാ ബോട്ട് ഓണാക്കി ഫ്രണ്ടിലേക്ക് പോകണം നേരെ കുത്തി അങ്ങ് കയറ്റും അതാ കഴിഞ്ഞ് അതിൽ മൊത്തം ഇഷ്ടം പോലെ മത്തിയ പിടയ്ക്കണ മീൻ പിന്നെ അതാ ഈ ചെറിയ ബോട്ടുകളൊക്കെ വന്നതാ ഫുള്ള് മീൻ കൊണ്ടിട്ടോ വന്നേ ഫുള്ള് കുഞ്ഞാ മത്തിയ അല്ലേ അതാണ് പരിപാടി ഓ ആ മീനൊക്കെ എടുക്കണമെങ്കിൽ അത് നേരെ കൊട്ടയിലേക്ക് ഇറക്കും ആ കൊട്ട നേരെ നമ്മൾ നേരത്തെ കണ്ടോടത്തേക്ക് പോകും അതാ പിന്നെ കുറേ എണ്ണൊക്കെ ഇപ്പം തന്നെ ഓരോ വണ്ടിയിൽ നിറയ്ക്കുന്നുണ്ട് അതിന് നേരെ വണ്ടിയിൽ ഇതാ കുറേ പരുന്തുകളുണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലും മീൻ റാഞ്ചാൻ വേണ്ടി നിൽക്കാവും ഇതാ അങ്ങനത്തെ 4-5 ബോട്ടിൽ ഫുള്ള് ഇതാ മത്തികളാട്ടോ ഈ സമയത്ത് വന്നുകൊണ്ട് അധികം തിരക്കില്ലേ ആ ഇവിടെ ഉണ്ട് മോനെ മീന് ഉള്ള മുക്കിലും മൂലയിലൊക്കെ മീനാണ് കഴിച്ചു എടാ ഇവിടെ ഐസ് എടാ നേരത്തെ ചെറിയ ഐസിന്റെ വലിയൊരിതാ ബിഗ് മണാലി നേരത്തെ മിനി മണാലി ഇനി അതാ അടുത്ത ബോട്ട് വരും കേട്ടോ മീനെ കൊണ്ടിട്ട് അതന്നെ ഇതിലൊന്നും കാലിടല്ലേ നേരത്തെ ഐസ് ചവിട്ടിയാൽ ഈ ഐസ് ചവിട്ടല്ലേ അടി വാങ്ങേണ്ടി വരും ഐസ് മൊത്തം മത്തിയാട്ടോ അവിടെ മീൻ ലോഡ് ചെയ്യണോണ്ടേ മാറി നിൽക്ക് ഹാർഡ് വർക്കാണ് ഹാർഡ് വർക്ക് പേസ് ഫുള്ള് മത്തി അയില അവിടെ ഒന്നല്ല കൈസ് 2 ബോട്ടുണ്ട് കേട്ടോ 2 അവിടെ റൗണ്ട് അടിച്ച് കളിക്കണേ നല്ല മത്തി ഈ ബോട്ടിൽ ഓടയാണ് അമ്മയച്ഛൻ അവിടെ എത്തി നടന്നിട്ട് ഇതൊക്കെ ഐസ് ഇങ്ങനെ ഇട്ടിട്ട് ബോട്ടിലേക്ക് നിറയ്ക്കൂലേ അതാണ് സംഭവം ഈ ബോട്ട് ഫുള്ള് ഇവിടത്തെയാവും കേരളത്തെയാവും അല്ലാതെ അവിടെ നിന്ന് വരില്ലല്ലോ തമിഴ്നാട് ഏടോ യെസ് ഗൈസ് ഒരു അപ്പൂപ്പതാ ബോട്ടിൻ്റെ ഓണർ വന്നിട്ടുണ്ട് കുറെ നേരമായല്ലോ ആ ചെറിയ ബോട്ട് റൗണ്ട് കളിക്കണേ ഇതെന്താ ഫുള്ള് കമ്പിയാ ഇത് വർക്കിംഗ് പ്രോഗ്രസ്സാ ഇത് വർക്കിന് ഇട്ടാ ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യും പെലകടിക്കൂലേ യെസ് അതിന്റെ മോട്ടർ പ്രൊപ്പല്ലർ അല്ലേ ഞാൻ ഓടിക്കിയതാണ് അതൊന്നും വിചാരിക്കത് ഇയാളെ മലയാളം ഒന്നല്ലല്ലോ പറയണേ ഇതാ ബോട്ടിന്റെ എഞ്ചിൻ കാണാത്തവർക്ക് വേണ്ടി ബോട്ടിന്റെ എഞ്ചിൻ കാണിച്ചു തരാം ആ വലിയ കമ്പി ഉണ്ട് ആ അത് പോകക്കോയിലല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോം വേണോ പോയാ ഇത്
ആ അതെന്താ ഈ ഒരു കുട്ടിപ്പേര സാധനോ? ഷെഡാണല്ലോ. ഇവിടുത്തെ കൊക്കിനൊക്കെ ഭയങ്കര ലാഭാ. എല്ലാ ഫുഡാ, ലക്ഷറി ഫുഡ്. കൊക്ക് കാക്ക വരുന്നതാണ്. അതൊന്നും വർത്താനം പറഞ്ഞ കേൾക്കൂലടാ. ഈ സൈസാണാ പോയത്. അടുത്ത എലോണം പോയി കൊക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് തന്നെ പോവാട്ടോ. വണ്ടി പുറത്തയച്ചത്. അങ്ങനെ ഹാർബറിനോട് ബായ് പറഞ്ഞ് നമ്മൾ പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.